കേരളത്തിനും തമിഴ്നാട്ടിനും മാത്രമല്ല ഇപ്പോഴത്തെ ബാംഗ്ലൂർ പോലത്തെ മേജർ സിറ്റികളും ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ തിറങ്ങുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് സിനിമകളെ പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് എമ്പുരാന്റെ ടിക്കറ്റ് വിൽപ്പന അതോടൊപ്പം ബുക്കിങ്ങും തിയേറ്റർ ലിസ്റ്റുകളും എക്സ്ട്രാ ഷോകളെല്ലാം തന്നെ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് കേരളത്തിന് വെളിയിൽ ഇതുപോലൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കണ്ണു തള്ളിപ്പോകുന്ന രീതിയിലാണ് ബാംഗ്ലൂർ കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂര്, ഹൈദരാബാദ് തുടങ്ങിയ മേജർ സിറ്റികളെല്ലാം തന്നെ വലിയ ആഘോഷത്തോടു കൂടി തന്നെയായിരുന്നു ഇന്നലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എത്തിയിട്ടുണ്ടെന്നേ. പൃഥ്വിരാജ് സുകുമാരനായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. മിക്സഡ് റെസ്പോൺസ് ആണ് ചിത്രത്തിന് വരുന്നതെങ്കിലും ലാലേട്ടൻ ആരാധകർ അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കൈവിടുന്നില്ല എന്നുള്ളൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ചിത്രത്തിന് ഇന്നും കാണുന്ന ജനത്തിരക്ക്. ഇന്നലത്തെ ബാംഗ്ലൂർ കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം 1 കോടി രൂപയോളം ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ ടൗണുകളിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കേരളം പോലത്തെ അല്ലെങ്കിൽ മലയാളം പോലത്തെ ഒരു ചെറിയൊരു സിനിമ ഇൻഡസ്ട്രിക്ക് ലൈഫ് ടൈം കിട്ടുന്ന കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഓരോ സ്റ്റേറ്റുകളിൽ നിന്ന്, മേജർ സിറ്റികളിൽ നിന്നൊക്കെ ആയിട്ട് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നിന്നും റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. 12 കോടിക്ക് മുകളിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 50 മുതൽ 60 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെയാണ് വരും മണിക്കൂർ ചിത്രത്തിന്റെ ഓരോ സ്ഥലത്തെ റിപ്പോർട്ടുകൾ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും മണിക്കൂറിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.